ഹലോ ഗൈസ്, ഫൺ ഫാലിമിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തിരുവല്ല എന്ന സ്ഥലത്താണ്. അഖിലയാണ് ഇന്ന് ഹസ്ബൻഡിന് പണി കൊടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോ പണി എന്താണ്, ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമുക്ക് വരുന്ന വഴി അറിയാം. പോരെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഖില വിളിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് പണി കൊടുക്കണ്ടേ? ഭയങ്കര സന്തോഷം. ഇപ്പൊ തന്നെ കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറാനായിട്ട്. ഓക്കെ, ഹസ്ബൻഡ് എന്തേ? അകത്തുണ്ട്. അപ്പൊ നമുക്ക് എങ്കിൽ പോയി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. വെൽക്കം ടു ഫൺ ഫാമിലി. ഞങ്ങൾ ആരാ എന്താന്നൊക്കെ മനസ്സിലായില്ല. ഞങ്ങൾ അഖില വിളിച്ചിട്ട് വന്നതാ. അഖില വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സൂര്യ കോമഡി ഫൺ ഫാമിലി എന്ന് പറഞ്ഞൊരു ഷോയിൽ നിന്ന് വരികയാണ്. ഹസ്ബൻഡിനിട്ട് പണി കൊടുക്കാൻ വേണ്ടി വൈഫ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫുൾ സന്നാഹവുമായി വന്ന് പണി തരും. അപ്പൊ അഖില കോൺടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ബാക്കി അഖില പറഞ്ഞു എന്താ പറയണ്ടേ, എനിക്കൊരു പണി കൊടുക്കണമെന്ന് തോന്നി അല്ലേ? എന്താ പറയണ്ടത്? എന്നെ വിളിച്ചിവിടെ വരുത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ എന്താ പറയണ്ടതെന്ന്. വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഒരു പണി കൊടുക്കുന്നത് നല്ലതല്ലേ? യെസ്, ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്നത് നല്ലത്. എന്ത് പണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഖിലയുടെ കയ്യിൽ എന്തായാലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവില്ല എന്ത് പണി കൊടുക്കണം എന്നുള്ളത്. എല്ലാവരും കൂടെ തീരുമാനിക്കാം. ബിഫോർ ദാറ്റ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് നിങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമല്ലോ. അഖില നമ്മളിപ്പോ ഹായ് ഒക്കെ പറഞ്ഞു, പക്ഷെ അഖില എന്ത് ചെയ്യാന്ന് എന്നോട് പറഞ്ഞില്ല. എന്താണ് അഖില പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ? ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഇവിടെ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ഇവിടെ തക്കാട് ഹോസ്പിറ്റലിൽ, ട്രിവാൻഡ്രത്ത് തന്നെ. ഓക്കെ. പിന്നെ ഞാൻ ഡാൻസറാണ്. വീട്ടില് കുറച്ച് കുട്ടികളുടെ പഠിപ്പിക്കുന്നുണ്ട്. നാട്യാഞ്ജലി എന്നാണ് പേര്. ഏത് ഫോമാ അഖില പഠിപ്പിക്കുന്നത്? ഞാൻ ക്ലാസിക്കല്. അത് ക്ലാസിക്കലിൽ ഏത് ഫോമാ? ഭരതനാട്യം, മോഹിനിയാട്ടം പഠിപ്പിക്കും. ഓക്കെ, രണ്ടും ഉണ്ടല്ലേ? പിന്നെ കഥകളി പഠിച്ചിട്ടുണ്ട്, ഇപ്പം പോകുന്നില്ല കുറച്ച് ദിവസമായിട്ട്. പിന്നെ അല്ലാതെ ഒരു തരംഗം എന്ന് പറഞ്ഞൊരു ബാൻഡിൽ ജസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് വരുമ്പം പെർഫോമൻസിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ അറൗണ്ട് ട്രിവാൻഡ്രം ആണോ പെർഫോമൻസിനൊക്കെ പോകുന്നത്? ഇല്ല, പുറത്തോട്ടും പോവാറുണ്ട്. മുമ്പ് ദൂരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാൾ കോവിഡിന് ശേഷമൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് കൂടുതലും പോവാറ്. അപ്പൊ ഭയങ്കര ബിസി ലൈഫ് ആയിരിക്കുമല്ലോ, കാരണം സ്റ്റുഡൻസ് ഉണ്ട് ഓൾറെഡി, കാരണം വർക്ക് ഉണ്ട്, ആൻഡ് പിന്നെ പെർഫോമൻസിന് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ വീട്ടുജോലിയൊക്കെ ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? അമ്മയാണല്ലേ? ഇവിടുത്തെ അമ്മയാണല്ലേ? ഇവിടെ. ഓക്കെ. അപ്പൊ അവിടെയാണെങ്കിൽ എന്റെ അമ്മ, ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ അമ്മ. ഹസ്ബൻഡ് ഒന്നും ഹെൽപ്പ് ചെയ്യാറില്ല? ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പേര് പറയും. പ്രജിത്ത്. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചായിരുന്നു പ്രജിത്തേട്ടാ. ഓക്കെ. എന്താ ചെയ്യുന്നത് ചേട്ടൻ? അക്കൗണ്ട്സ് മാനേജർ. എവിടെയാ? അപ്പൊ ഒത്തിരി സിനിമ കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ആണല്ലേ? മൂവി ഫ്രീക്ക് ആണ്. ഇങ്ങനെ ഒരു മാസം ടാർജറ്റ് ഒക്കെ ഉണ്ടോ? ഇത്ര നമ്പർ ഓഫ് സിനിമ കാണും, അല്ലെങ്കിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണും, അങ്ങനെയൊന്നുമില്ല? അഖില സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ടോ? വല്ലപ്പോഴും സമയം കിട്ടാറില്ല. പൊതുവെ എനിക്കും വൈകിട്ട് പ്രോഗ്രാമും കാര്യങ്ങളും കാണും. പിന്നെ സൺഡേ ഫുള്ള് ബിസിയാണ്. വൈകിട്ട് ക്ലാസ് ഉണ്ട്. രാവിലെ മിക്കവാറും എനിക്ക് ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. വൈകിട്ട് ക്ലാസ് കാണും. പിന്നെ സമയമില്ല. കൂടെ വരുമോ ഇങ്ങനെ പെർഫോമൻസിനൊക്കെ പോകുമ്പോ? കൂടെ വരും. അപ്പൊ നമുക്ക് പണി കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, എന്താ പണിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അമ്മ വയ്യാണ്ട് അടക്കുമ്പോ ഞാനും ആളും കൂടെയാണ് അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കുന്നത്. അപ്പൊ പുട്ടിന് മാവ് നനഞ്ഞില്ല, പുട്ട് പൊടിഞ്ഞു പോയി, അങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആ കംപ്ലൈന്റ് പറഞ്ഞതിന് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ഒരു പണിയും കൊടുക്കാം അല്ലേ? പുട്ടുണ്ടാക്കാം. അപ്പൊ നമ്മൾ ഏത് പുട്ടാ ഉണ്ടാക്കാൻ പോകുന്ന? ഗോതമ്പ് പുട്ട് വേണോ, അരിപ്പുട്ട് വേണോ? അരിപ്പുട്ട് മതി. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അഖില ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാ വേണ്ടതെന്ന്. കാരണം എന്താണെന്നറിയോ, അഖില വരില്ല, അഖില ഇവിടെ ഇരിക്കും, ഒറ്റയ്ക്കാ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാവും അടുത്ത്, പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് കൃത്യം എന്തൊക്കെ വേണമെന്നുള്ളത് ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് പോക്കും. ഡൗട്ടെല്ലാം ചോദിക്കും, ഇല്ല ഡൗട്ട് ചോദിച്ചാൽ മതി. അപ്പൊ പിന്നെ പറഞ്ഞുതരാല്ലോ എന്തെങ്കിലുമൊക്കെ ഐഡിയ. ഒന്നും അറിയാത്തൊരു മനുഷ്യൻ ഒന്ന് സഹായിക്കണേ. ഡൗട്ട് ചോദിക്കാൻ ഒന്നും അറിയത്തില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കേ. മാവെടുക്കുക, പിന്നെ വെള്ളത്തില് കുറച്ച് ഉപ്പിട്ടിട്ട് മാവില് തളിച്ച് പതിയെ കുഴയ്ക്കുക. ഫുള്ളായിട്ട് വെള്ളം വീട്ടി കുഴക്കല്, ഇച്ചിരി വീട്ടി കുഴച്ചെടുക്കണം ചെറുതായിട്ട്. നനവ് നന്നായിട്ട് വേണം. അതിനുശേഷം തേങ്ങ തിരുവി വെക്കണം. തേങ്ങ പുട്ടുകുറ്റിയിലാണ് കേട്ടോ തേങ്ങ ഇടേണ്ടത്. ചില്ലിട്ടിട്ട് അതിൽ തേങ്ങ ഇടുക. എന്നിട്ട് ഈ നനച്ച് എടുത്തിടുക. ഗ്യാസ് ഓണാക്കണേ. ഓണാക്കിയിട്ട് വേണം പുട്ടുകുറ്റിയിൽ വെള്ളം നിറച്ചിട്ട്
യെസ് നോട്ട് ദ പോയിന്റ്. പുട്ടുകുറ്റിയിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് വെക്കുക. ആവി കാരണം വരെ വെയിറ്റ് ചെയ്യണം. വല്ല മനസ്സിലായോ? ചെറുതായിട്ടൊക്കെ എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ അതായിട്ടുണ്ടാക്കാൻ മനസ്സിലായോ കൃത്യം എങ്ങനെയാന്നുള്ളത്? ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ രണ്ടും കൂടെ പോകുന്നു, പുട്ടുണ്ടാക്കുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, പുള്ളിക്കാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. പുട്ട് ഉണ്ടാക്കുമ്പോൾ പൊടിയാനൊന്നും പാടില്ല. അത്യാവശ്യം ഭംഗിയിൽ വൃത്തിയായിട്ട് നീളത്തിൽ തന്നെ. ഇതാണോ യൂഷ്വലി ഇവിടെ വഴക്കുണ്ടാവുക അല്ലെങ്കിൽ കംപ്ലൈന്റ്? പൊടിഞ്ഞു പോകാറില്ലേ? എല്ലാം മനസ്സിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടി. ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പുട്ടുണ്ടാക്കിയിട്ട് വരാം. അഖിൽ ഇവിടെ റെസ്റ്റ് ചെയ്തോ. ഞങ്ങളല്ല, ചേട്ടൻ പുട്ടുണ്ടാക്കുന്നു, ഞങ്ങൾ തിരിച്ചു വരുന്നു, ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് റെസ്റ്റ് ചെയ്തു. നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചൺ എവിടെ? അങ്ങോട്ട് നടന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര ചിരിച്ചു നിൽക്കുകയാണല്ലോ. ടെൻഷൻ ഒന്നും ഇല്ല? ഇല്ല, ഒന്നും അറിയാത്ത കാരണം പ്രശ്നമില്ല. എന്നാലും റെസിപ്പി ഒക്കെ പുള്ളിക്കാർ പറഞ്ഞു തന്നു, കുറച്ചൊക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് തട്ടി കൂട്ടാം. കമോൺ ഗൈസ്, എന്താ ഫസ്റ്റ് ചെയ്യാൻ പോന്നെ? പുട്ടുപൊടി തപ്പിയെടുക്കണം. പുട്ടുപൊടി തപ്പിയെടുക്കണം. ഏതാ പുട്ടുപൊടി? ഇതാണ്. അപ്പൊ പുട്ടുപൊടി എടുക്കുന്നു. ഇനി നമുക്ക് പുട്ട് കുഴക്കണം. ആക്ച്വലി പുട്ട് കുഴക്കുന്നതാണ് ഇതിന്റെ മെയിൻ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ജോലി ചെയ്യ്, എന്റെ മുഖത്ത് നോക്കി വർത്താനവും പറഞ്ഞിങ്ങനെ നിൽക്കുക. പൊതുവെ ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തിലാ? കുറച്ചധികം വൃത്തിയാണല്ലോ നമുക്കെല്ലാം. എത്ര മതിയാവുന്ന എന്നോട് ചോദിക്കുന്നോ? അത് ഇല്ല, അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ഇത്ര മതിയായിരിക്കും. ഉപ്പിടുണ്ടായോ? വെള്ളമല്ലേ വിത്താറ്? അപ്പൊ അറിയാമോ ഇത് ഉണ്ടാക്കാൻ? ഇല്ല, അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, അകി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ. ഉപ്പ് ഇങ്ങനെ വെള്ളത്തിലാക്കി, വെള്ളം ഇതാക്കോ, ചാലിക്കോ, എന്നിട്ടാണോ ഉപയോഗിക്കുന്നത്? എന്നാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുക്ക് ചെയ്യാനൊക്കെ അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ആ ഒരു നമ്മളെന്താ പറയാ, ഒരു ഇങ്ങനെ പഴകുന്നത് കണ്ടിട്ട് ഉണ്ടാക്കുന്നതൊക്കെ. ചായ ഇടാൻ അറിയാം, ദോശ ഉണ്ടാക്കാൻ അറിയാം, വേറൊന്നും അറിയത്തില്ല. കുഴപ്പമില്ല. എന്നാലും ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തോന്നുന്നു. ഇത്രയും വെള്ളം ഹെൽപ്പ് ചെയ്യാവോ? ഇത്രയും വെള്ളം തികത്തില്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാനാ? പറഞ്ഞുതരാൻ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അഖില പറഞ്ഞു തന്നത് വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അതാണല്ലോ പണി. അപ്പോഴല്ലേ പണിയാവൂ. ഞാനിപ്പോ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ? വെള്ളം കുറേ എടുത്ത് ഒഴിക്കുകയാണല്ലോ. സോ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇത് ശരിയായി കഴിഞ്ഞാൽ അടുത്ത് എന്താ പ്ലാൻ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്താ? പുട്ടുണ്ടാക്കാനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. തേങ്ങ എടുക്കണം അല്ലേ? ഓക്കെ. എന്നോട് ചോദിക്കണം. മറ്റേ സ്കൂളിലൊക്കെ ടീച്ചറിനോട് ചോദിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നു ഓക്കെ അല്ലേ എന്ന്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വെച്ചേ. തേങ്ങ എടുക്കണം. എടുത്തിട്ട് പോയിട്ടോ.
ഓക്കെ. തേങ്ങ എത്തി. ടാസ്ക് ആയിരുന്നോ? കുറച്ച് ഏ കുറച്ച് കഷ്ടപ്പെട്ടു. തേങ്ങ തിരികാനൊക്കെ നന്നായിട്ട് അറിയോ? ചെയ്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഇതിന്റെ കറക്റ്റ് ആയോ നോക്കിയേ. ഇപ്പോ കുറച്ച് ഇതായിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ചേർക്കും. കുറച്ചും കൂടെ വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്ക് കുറച്ചും കൂടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പുട്ട് ശരിയായോ? ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതിയോ? അതൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ. അതറിയാന്നുള്ളവർക്കല്ലേ അറിയോ, എനിക്കറിയില്ല. ശരിയാ, അതൊരു നല്ല ഉത്തരവായിരുന്നു. ആ പുട്ടിന്റെ കുറ്റി എവിടെ ഇരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കണ്ടായോ? ഇനി ഇതിന്റെ താഴത്തെ ഭാഗം അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പുട്ട ഉണ്ടാക്കുന്നതെന്നെങ്ങാണോ അറിഞ്ഞിവിടെ കൊണ്ട് വെച്ചതാണോ? ആ അതെ അതെ. വെള്ളം വെച്ചോട്ടെ, തിളക്കുമല്ലോ നിറയ്ക്കുമ്പോ. ഞാനത് പറഞ്ഞു, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് പുള്ളി പറഞ്ഞല്ലോ. പുള്ളി കുക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ പറഞ്ഞ്, പക്ഷെ എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് കുറച്ച് ടെക്നിക്കലി ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അറിയത്തില്ല, സത്യത്തിൽ അറിയത്തില്ല. ആണോ? ഇതിന്റെ ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ, അപ്പൊ എന്താ ഫില്ലായിട്ടുണ്ട്. അതും വളരെ എന്താ പറയാ ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തു, മേളില് തേങ്ങയൊക്കെ വെച്ച്. ഓക്കെ, അപ്പൊ നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റഡി വടി ഒരു പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എത്ര നേരം വേണോന്നറിയോ? അതറിയില്ല. ഇതിനെന്തോ മറ്റേ ആവി വരുമല്ലോ, സ്റ്റീം വരുമല്ലോ, നമുക്ക് നോക്കാം ഏകദേശം ഒരു ഐഡിയ. ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജോലി. യെസ്, കുക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും മടി അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്. ഇവിടെയാണെങ്കിൽ അമ്മ ഇച്ചിരി വൃത്തിക്കാരിയാ, ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് കിട്ടും എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ ക്ലീനിങ് കൂടെ ചെയ്താൽ ഇനിയിപ്പോ പുട്ട് വരാൻ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ക്ലീൻ, നമുക്കല്ല ചേട്ടൻ ക്ലീൻ ചെയ്തു, ഞാൻ കയ്യും കെട്ടി നിന്ന് ഞാൻ ഇൻസ്ട്രക്ഷൻസ് തരാം. സോദാ സ്റ്റീം വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് എടുക്കാം. യെസ്, ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്കേജ് വന്നു, തേങ്ങ ഇട്ടത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്തില്ലേ. എന്നാ പിടിച്ചു, നമുക്കിത് അഖിലേക്ക് കൊണ്ട് കൊടുത്ത് ഞെട്ടിച്ചാലോ? ടേസ്റ്റ് ചെയ്യിപ്പിക്കണ്ടേ? നടന്നു. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. ശരിയാ, കാണാൻ നല്ല രസമല്ലേ? ടേസ്റ്റ് ചെയ്ത് രസം ഉണ്ടെന്ന് നോക്കിയാലോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നാണോ, കൊള്ളാന്നാണോ, അടിപൊളി എന്നാണോ? ഈ മൂന്നിലേതാ? പോയോ? ചേട്ടനൊന്ന് കഴിച്ചു നോക്കേ. ചേട്ടൻ കഴിച്ചില്ലല്ലോ. കുഴപ്പമില്ലാന്നേ ഉള്ളൂ, അടിപൊളിയായിട്ടില്ല. അടിപൊളി. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇത് തന്നെ പറയുന്നത്. അടിപൊളി ആണോ? ഉപ്പൊരു സ്ലൈറ്റ്ലി ഉപ്പൊരു ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, സ്ലൈറ്റ് ആയിട്ട്. പക്ഷെ നമ്മൾ പഴമൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത്രയ്ക്കും കൂടെ അറിയത്തില്ലായിരിക്കും. അഖില എത്ര മാർക്ക് കൊടുക്കും ഇതിന്? 8 കൊടുക്കല്ലേ? 8 കൂടിയുള്ളൂ, ഇപ്പൊ കുഴപ്പമില്ല. 8 കൊടുക്കാം. ഞാൻ എന്നാലും ഒരു 8.5 ഞാൻ കൊടുക്കും. അപ്പൊ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അഖില ഹാപ്പി അല്ലേ? അതെ. ചേട്ടാ ഹാപ്പിയാണോ? പണി കൊടുക്കാൻ വേണ്ടി വിളിച്ച് പണി സക്സസ് ആയില്ലേ?
കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണമായിരുന്നു. പാവല്ലേ, പോട്ടല്ലേ, തൽക്കാലം ഇത് മതി. അപ്പൊ ഈ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കുറച്ചും കൂടെ ഒരു സന്തോഷം ആഡ് ചെയ്യാനായിട്ട് അഖിലേക്കും ഫാമിലിക്കും സൂര്യ കോമഡി ഫണ്ട് ഫാമിലി ടീമിന്റെ വക നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. സന്തോഷമായോ? പക്ഷെ ആ ഗിഫ്റ്റ് വെറുതെ ഞാൻ തരത്തില്ല, വേറൊരു ചെറിയ സെഷനും കൂടെ ഉണ്ട്. നമ്മൾ ഇല്ലില്ല, വേണ്ട വേണ്ട, തൽക്കാലം ഇപ്പൊ നമുക്ക് റിലാക്സ് ചെയ്യാം. അതായത് ചേട്ടൻ റിലാക്സ് ചെയ്യാം. ഇനി അഖില പണി കൊടുക്കാൻ വിളിച്ചിട്ട് ഇനി അടുത്ത പണി വരുന്നത് അഖിലേക്കാണ്. ചെറുതായിട്ട് സന്തോഷമായില്ലേ? അപ്പൊ ചേട്ടൻ ഇനി റിലാക്സ് ചെയ്തോ. ഞാനും അഖിലയും കൂടെ ഉള്ള ഒരു ചെറിയൊരു ഗെയിം സെഷനാണ് ഇനി. നമ്മൾ രണ്ടും കൂടെ ഒരു ഗെയിം കളിക്കും. എന്നിട്ട് ആ ഗെയിമിൽ അഖില ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അഖിലേക്ക് തരും. ശരിയല്ലേ? സെറ്റ് അല്ലേ പരിപാടി? ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം സെഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. 2 ടിഷ്യൂ പേപ്പർ ബോക്സ് ഉണ്ട്. ഈ ടിഷ്യൂ പേപ്പർ ബോക്സിനകത്ത് നമ്മുടെ 2 കൈയും യൂസ് ചെയ്തിട്ട് ഓരോരോ പേപ്പേഴ്സ് എടുത്ത് റിമൂവ് ചെയ്തോണ്ട്, ഒന്നല്ല നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും റിമൂവ് ചെയ്യാം. എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ എടുക്കണ്ട, ഒരു മയത്തിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ഫുൾ ഇതിനകത്തെ പേപ്പേഴ്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കുമ്പോൾ വിന്നറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കളിക്കുന്ന സമയത്ത് അഖില ടൈമർ നോക്കുക, ഫിക്സ് ചെയ്യുക. ആൻഡ് അഖില കളിക്കുന്ന സമയത്ത് ഞാൻ നോക്കും ടൈമർ. ആൻഡ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഗം ഫിനിഷ് ചെയ്ത ആളാരാ അയാളായിരിക്കും വിന്നർ. ഓക്കെ അല്ലേ? ഗെയിം റെഡി അല്ലേ? അപ്പോൾ സോ ഫസ്റ്റ് ആര് കളിക്കും? മാഡോ പോടുന്നു ഞാൻ തന്നെ കളിക്കാനായിട്ടല്ലേ? അപ്പോൾ സോ ഞാൻ കളിക്കാം. അപ്പോൾ ടൈമർ ഇതാ ഞാൻ അഖില അടുക്കലേക്ക് തരികയാണ്. നമുക്കിവിടെ ഒരു ബസർ വരും. ബസർ വരുന്ന സമയം ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. തീരത്തില്ലേ ഇത്? seconds ആണ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇനി അടുത്തത് അഖിലയുടെ ടേൺ ആണ്. അപ്പോൾ അഖില ഫിനിഷ് ചെയ്തു. അഖില ഫിനിഷ് ചെയ്ത ടൈം നമുക്ക് നോക്കാം. 46 seconds ആണ് അഖില ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തത് നേരത്തെ 36 ആയിരുന്നു. 10 സെക്കൻഡ് കൂടുതൽ. അതുകൊണ്ട് ഞാനാണ് ജയിച്ചിരിക്കുന്നത്. സോ ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് അഖിലേക്ക് തരാൻ പറ്റത്തില്ല, അഖിലേക്കും അഖിലയുടെ ഫാമിലിക്കും തരാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വെറുതെ പോവില്ല. വേറെയും കുറച്ച് ഗിഫ്റ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ അഖിലേക്കും ഫാമിലിക്കും തന്നിട്ടേ പോവുള്ളൂ. സോ അഖിലയും ഫാമിലിയും എന്താ വന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ രണ്ടിനെ ഞാൻ കണ്ടു. ബാക്കി എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരുന്നു. നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ പരിചയപ്പെട്ടില്ല. അഖിലിന്റെ പേര് പറ. പ്രസാദ്. ഷീബ. അപ്പൊ ഷീബാന്റെ കണ്ടായിരുന്നോ കുക്ക് ചെയ്യുന്നതൊക്കെ? കണ്ടായിരുന്നു. എന്റെ മോൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ അല്ലാതെ ഇച്ചിരി തുണിയൊക്കെ മുമ്പ് വാഷ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ അവന് ടൈമില്ല. പുട്ട് കഴിച്ചു നോക്കിയായിരുന്നോ? എങ്ങനെയുണ്ട്? ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, ശകലം നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഞാൻ നമ്മളിവിടെ ഗെയിം സെഷന്റെ ഇടയ്ക്കൊക്കെ പുള്ളിക്കാരി ടേസ്റ്റ് ചെയ്ത് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്, സൂപ്പർ പുട്ട്, ഒരു കുഴപ്പമില്ല, സൂപ്പർ പുട്ട്. 10ൽ 10 മാർക്കും കൊടുക്കണം. അവ ഇത് ചെയ്തില്ലായിരുന്നു. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്പം ഉപ്പിന്റെ ശകലം കൂടുതലൊന്നും. സിസ്റ്റർ അല്ലേ ഇത്? ഇവര് രണ്ടും ആണെന്ന് തോന്നുന്നു ഒരു ടീം അല്ലേ? അല്ലേ? ഭയങ്കര സപ്പോർട്ടേ. ഇവര് രണ്ടുപേരും വൻ ടീമാന്ന് തോന്നുന്നു. ഇല്ലല്ലേ? ഓക്കെ. അമ്മയുടെ പേരെന്താ? മോഹനകുമാരി. അമ്മ കണ്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിയത്? ടേസ്റ്റ് ചെയ്തായിരുന്നോ? ടേസ്റ്റ് ചെയ്ത പുട്ടിന് നല്ല രസമുണ്ടായിരുന്നു. തേങ്ങയുടെ ആ സ്മെല്ലൊക്കെ വന്ന ഒരു മണം ഉണ്ടായിരുന്നു. ഭയങ്കര ഫാൻസ് ആണല്ലോ, എല്ലാരെയും ചാക്കിലാക്കി വെച്ചേക്കുക. അപ്പൊ സിസ്റ്റർ പേര് പറയൂ.
പ്രവീണ എന്താ ചെയ്യുന്നത്? ഞാൻ വിശ്വപ്രകാശ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാരും അങ്ങനെയാ ചോദിക്കുന്നത്. എന്തായാലും എനിവേസ് അടിപൊളിയായിരുന്നു, നല്ല വൈബുള്ള ഒരു ഫാമിലി. അപ്പൊ ടച്ച് വിടുന്നത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ഗെയിം സെഷനിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നത് കാരണം നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് അഖിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. ഞാനത് ഓരോന്നോരോന്നായിട്ട് തരട്ടെ. ഗിഫ്റ്റ് സ്പോൺസേഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. തൈരും ചോറും പിന്നെ എരിമാങ്ങയും കൗസ്തുഭം ഫുഡ് പ്രോഡക്ട്സ് ഉരുളക്കേരിമാങ്ങ. വേദനകൾ മറക്കാം, നന്നായി നടക്കാം. കാലുവേദനയ്ക്ക് ബിഗ് ബിയുടെ ഓർത്തോപീഡിക്സ് ചെരുപ്പുകൾ. ബിഗ് ബിയുടെ നല്ല അടിപൊളി ഒരു സമ്മാനം. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനിട്ട് പണി കൊടുക്കണം എന്നുണ്ടെങ്കിൽ താഴത്തെ നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയച്ചോളൂ, ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ ദിസ് ഇസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ. ഒരു ബൈ.